ഉദിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പൊൻ നക്ഷത്രം, നന്മയുടെ വെളിച്ചമായി സകല ജനത്തിനും പ്രകാശമായി തെളിഞ്ഞു നിൽക്കുന്നു. സകല ജനതയ്ക്കും വെളിച്ചമായി തെളിഞ്ഞ ആ നക്ഷത്രം ആദ്യം വഴികാട്ടിയത് ആട്ടിടയന്മാർക്കാണ്. ഇടയന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും ഒരു സദ്വാർത്ത. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് മാതാവിൻ്റെ മടിയിൽ ശയിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. തങ്ങളുടെ രക്ഷകനെ കുമ്പിട്ട് വണങ്ങുന്നതിനായി അവർ യാത്ര തിരിക്കുന്നു. നക്ഷത്രവാഹകനായ ദൈവദൂതന്റെ പിന്നാലെ ആട്ടിടയന്മാർ സഞ്ചരിച്ചു. ഒടുവിൽ അവർ തൊഴുത്തിനരികിലെത്തി. പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കണ്ട് അവരുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. ഞങ്ങളുടെ രക്ഷകനെ അവർ കുമ്പിട്ട് വണങ്ങി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി. ഞങ്ങൾക്ക് രക്ഷ നൽകിയ ദൈവമേ സ്തുതി. രക്ഷക, അങ്ങേക്ക് സ്തുതി. മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്ന് രാജാക്കന്മാരെത്തി. വീണ്ടും കിഴക്ക് ഒരു നക്ഷത്രം തെളിഞ്ഞു. ആ നക്ഷത്രത്തെ പിന്തുടർന്ന് രാജാക്കന്മാർ സഞ്ചരിച്ചു. രാജാക്കന്മാർ നക്ഷത്രം കാണിച്ച മാർഗത്തിലൂടെ ചരിച്ച് കാലിത്തൊഴുത്തിലെത്തി. ഉണ്ണീശോയെ കൺകുളിർക്കെ കണ്ട് അവർ കുമ്പിട്ട് വണങ്ങി. രാജാതിരാജ, ഈ പൊന്ന് അങ്ങ് സ്വീകരിച്ചാലും ലോകത്തെയും സ്വർഗത്തെയും രമ്യപ്പെടുത്തുന്ന പുരോഹിതനായ അങ്ങ് ഈ കുന്തിരിക്കം സ്വീകരിച്ചാലും അമൂല്യമായ ഈ സുഗന്ധദ്രവ്യം, ഈ മീറ അങ്ങ് സ്വീകരിച്ചാലും ഞങ്ങളുടെ യാത്ര സഫലമായതിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യരക്ഷക, അങ്ങയുടെ ജനനം മാനവർക്ക് ഒരു മാതൃകയാണ്. സ്നേഹവും എളിമയും ത്യാഗവും പുൽക്കൂട്ടിലെ ദിവ്യ ശിശുവിലൂടെ ഞങ്ങൾ അറിയുന്നു. സ്വാർത്ഥതയും വഞ്ചനയും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് സ്നേഹത്തിൻ്റെ എളിമയുടെ പൊൻ നക്ഷത്രമായി ഞങ്ങളിൽ എന്നും തെളിഞ്ഞു നിൽക്കണമേ. ഇങ്ങോട്ട് നീങ്ങിണ്ടോ?
കേക്കണം